വെറും രണ്ട് ദിവസം കൊണ്ട് 17% ഒരു ഗംഭീര റാലി. ട്രേഡിംഗ് വോളിയം 21 മില്യൺ ഷെയറുകൾ കടന്ന് കുതിച്ചുയർന്നു. ഇത് ആ ഒരു സ്റ്റോക്കിന്റെ സാധാരണ ആവറേജിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ പ്രാജ് ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വർഷത്തിന്റെ തുടക്കം മുതൽ വലിയ ഇടിവ് നേരിട്ട ഈ സ്റ്റോക്കിന് ഇങ്ങനെ ഒരു വലിയ മുന്നേറ്റം കാണുമ്പോൾ ട്രേഡിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരും. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു മാറ്റമാണോ, അല്ലെങ്കിൽ ഒഴുക്കിന്റെ ഗതി ശരിക്കും മാറ്റുന്ന നിമിഷങ്ങളാണോ ഇത്, അതോ അടുത്ത വലിയ ഇടിവിന് മുമ്പ് സാധാരണ റീറ്റെയിൽ ബയേഴ്സിനെ ആകർഷിക്കാനുള്ള ഒരു കെണിയായിട്ട് നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ടോ? പ്രാജ് ഇൻഡസ്ട്രീസ് തുടർച്ചയായിട്ട് ഇടിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്കാണ്. ഈ വർഷം തുടങ്ങിയതിന് ശേഷമുള്ള ആ ഒരു ടോപ്പ് ലെവലിൽ നിന്ന് 58% വരെ ഇടിഞ്ഞു. എന്നിട്ടും കഴിഞ്ഞ ആഴ്ച സ്റ്റോക്കിന്റെ ആക്ടിവിറ്റിയിൽ ഒരു വലിയ ബൈയിങ് ഒക്കെ കാണാൻ കഴിഞ്ഞു. അപ്പൊ വലിയ തോതിലുള്ള വോളിയം വർധനവ് സ്റ്റോക്കിനെ മുകളിലേക്ക് ഉയർത്തുകയും ചെയ്തു. അപ്പൊ മുമ്പ് ചോദിച്ചതുപോലെ തന്നെ ആ ഒരു പ്രധാന ചോദ്യം ഇവിടെയാണ്: ഇത് ശരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി ആണോ, ശരിക്കും ഒരു തിരിച്ചുവരവ് തന്നെയാണോ? ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർ ഒടുവിൽ വാങ്ങാൻ തയ്യാറാകുന്നു എന്നതിന്റെ സൂചനയാണോ, അതോ ഇതൊരു താൽക്കാലിക ആവേശം മാത്രമാണോ? റീറ്റെയിൽ ട്രേഡേഴ്സിനെ നഷ്ടത്തിലാക്കുന്ന ഒരു ബുൾ ട്രാപ്പ് ഇവിടെയും ഉണ്ടോ? നമ്മൾ ചാർട്ട് വിശദമായി പരിശോധിച്ച് ഈ വോളിയം സ്പൈക്ക് യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അർത്ഥമാക്കുന്നതെന്നും വില ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലിൽ നിന്ന് ശരിക്കും റിജക്ട് ചെയ്യുകയാണോ എന്ന് കണ്ടെത്താനും പോവുകയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. മൊത്തത്തിൽ ഏത് സ്റ്റോക്കിലും ഇത്തരം സാഹചര്യങ്ങൾ വിശകലനം ചെയ്യാൻ നമുക്കൊരു കഴിവുണ്ടാക്കിയെടുക്കുകയാണ് ഈ ഒരു അനാലിസിസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ അനാലിസിസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വ്യക്തമായിട്ടുള്ള ഡേറ്റയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് നമുക്കിവിടെ ഉണ്ടാക്കാൻ കഴിയും. ഇതൊരു യഥാർത്ഥ ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ ഒരു ട്രാപ്പും തമ്മിൽ തിരിച്ചറിയാൻ നമ്മളെ എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് സ്റ്റോക്കിന്റെ സമീപകാല പ്രൈസ് മൂവ്മെന്റിന്റെ സാഹചര്യം നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം. നിലവിൽ പ്രാജ് ഇൻഡസ്ട്രീസിന്റെ ചാർട്ട് രണ്ട് വിപരീത ചിത്രങ്ങളാണ് നൽകുന്നത്. ഒരു ദീർഘകാല ബെയറിഷ് ട്രെൻഡും വളരെ ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ടൈം ബുള്ളിഷ് മൊമെന്റവും. ആദ്യം നമുക്ക് ദീർഘകാല കാഴ്ചപ്പാട് ഒന്ന് പരിശോധിച്ചു പോകാൻ. 2025 ഭൂരിഭാഗം സമയത്തും ഈ സ്റ്റോക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു. ജനുവരിയിലെ 875 എന്ന ഉയർന്ന നിലയിൽ നിന്ന് കാര്യമായിട്ട് ഇടിഞ്ഞ് അതിന്റെ ലോങ് ടൈം 200 ഡേ മൂവിംഗ് ആവറേജിന് വളരെ താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഏറ്റവും ദീർഘകാല ബയർ മാർക്കറ്റിലുള്ള സ്റ്റോക്കിന്റെ ഒരു ക്ലാസിക് സൂചനയാണ് ഇവിടെ നൽകുന്നത്. ഏറ്റവും ഉയർന്ന വിലയിൽ നിന്നുള്ള മൊത്തം ഇടിവ് 58%-ലധികമാണ്. ഇത് മാസങ്ങളായിട്ട് നിലനിൽക്കുന്ന ശക്തമായിട്ടുള്ള വിൽപ്പന സമ്മർദ്ദത്തെയാണ് കാണിക്കുന്നത്. സമീപകാലത്തുണ്ടായ ഈ ഒരു കുതിപ്പ് യഥാർത്ഥത്തിലുള്ള മാറ്റമാണോ എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കൺഫ്യൂഷനുകൾക്കിടയിൽ നിന്ന് നമ്മളൊരു സെറ്റപ്പ് ഫ്രെയിംവർക്ക് ഉപയോഗിക്കുകയാണ്. ഒന്നാമതായിട്ട് ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മൾ പ്രധാന സപ്പോർട്ട് ലെവൽ കണ്ടെത്തും. ഇത് എങ്ങനെ സംഭവിച്ചു നമ്മൾ ആ പ്രൈസ് ആക്ഷൻ കാൻഡിലേക്കും അനലൈസ് ചെയ്ത് മനസ്സിലാക്കും. മൂന്നാമതായിട്ട് നമുക്ക് വേറെ എന്ത് കൺഫർമേഷൻ ആണ് കിട്ടുന്നത്? ഇവ മൂന്നും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കൂടുതൽ വ്യക്തത നൽകുന്ന ഇൻഡിക്കേറ്ററുകൾ നമ്മൾ പരിശോധിക്കും. അപ്പോൾ എവിടെയാണ് നമ്മൾ ഈ ഒരു ഒബ്സർവേഷൻ കണ്ടെത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവൽ കണ്ടെത്തുക. ഒരു വോളിയം സ്പൈക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ ആദ്യത്തെ നിയമം ലൊക്കേഷൻ ഈസ് എവരിതിങ് എന്നതാണ്. ഒരു ബന്ധവുമില്ലാത്ത ലെവലിൽ വോളിയം സ്പൈക്ക് ഉണ്ടാകുന്നത് വെറും ഒരു നോയ്സ് മാത്രമാണ്. എന്നാൽ ഒരു നിർണായകമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ലെവലിലാണ് ആ ഒരു വോളിയം സ്പൈക്ക് വരുന്നതെങ്കിൽ അതൊരു ഇൻഫർമേഷൻ തന്നെയാണ്. അതിനാൽ ഒരു സ്റ്റോക്ക് താഴേക്ക് വീഴുമ്പോൾ ആ ഒരു താഴേക്ക് എറിയുന്ന പന്ത് പോലെ അത് ഉറപ്പുള്ള എന്തെങ്കിലും ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു പോകുന്നത് പോലെ തന്നെ ആ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഉറച്ച ഒരു സപ്പോർട്ട്, ആ ഒരു വില ആകർഷണീയമായിട്ടുള്ള ഒരു ലെവലിൽ എത്തി എന്ന് കരുതാം. കാത്തിരുന്ന ബയേഴ്സ് രംഗത്തേക്ക് വരാൻ തീരുമാനിക്കുന്ന ഒരു പ്രൈസ് ലെവലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ആ ഒരു പ്രാജ് ഇൻഡസ്ട്രീസിന്റെ വില താഴേക്ക് വന്ന് ഈ ഒരു പ്രധാന സപ്പോർട്ട് സോണിനെ നേരിട്ട് ടെസ്റ്റ് ചെയ്തു. ഈ ഒരു ഭീമാകാരമായിട്ടുള്ള വോളിയം വർധനവ് കൃത്യമായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു സപ്പോർട്ട് ലെവലിൽ സംഭവിച്ചു എന്നത് നമ്മുടെ ആദ്യത്തെ പ്രധാന സൂചനയാണ്. ഇത് തീർച്ചയായിട്ടും യാദൃശ്ചികമായിട്ടുള്ള ഒരു നീക്കമല്ല, മറിച്ച് പ്രധാനമായിട്ടുള്ള ഒരു ടെക്നിക്കൽ ഏരിയയുടെ ആ ഒരു കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിജക്ഷൻ ആണ് ഇവിടെ നടന്നത് എന്ന് തന്നെ സൂചനകൾ ലഭിക്കുന്നു. സെറ്റപ്പ് 2-ൽ എങ്ങനെയാണ് പ്രൈസ് ആക്ഷനും കാൻഡിലും അനലൈസ് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പൊ ശരിക്കുമുള്ള ഒരു മൂവ്മെന്റ് എവിടെയാണ് നടന്നത്, അല്ലെ എവിടെയാണ് ഈ ഒരു റിജക്ഷൻ ഉണ്ടായത്, ആ ഏരിയ ഒക്കെ നമ്മളിപ്പോ കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇപ്പൊ ഇനി അത് എങ്ങനെയാണ് നടന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഇതിനായിട്ട് നമ്മൾ വീക്ക്ലി കാൻഡിൽ സ്റ്റിക്ക് നമുക്കൊന്ന് പരിശോധിച്ചു പോകാം. പ്രാജിന്റെ വീക്ക്ലി ചാർട്ടിൽ നമ്മൾ ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് കാൻഡിൽ കാണുകയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ പ്രധാനം അതിന്റെ നീണ്ട ഒരു ലോവർ വിക്ക് തന്നെയാണ്. ഇതിനെ ചിലർ ടെയിൽ എന്ന് വിളിക്കാറുണ്ട്. ഈ ഒരു വിക്കിനെയാണ് നമ്മൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കേണ്ടത്, അല്ലെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ നീണ്ട ടെയിൽ നമ്മളോട് ഒരു പ്രത്യേക കഥ പറയുന്നുണ്ട്. ആ ഒരു ആഴ്ചയുടെ ഒരു ഘട്ടത്തിൽ സെല്ലേഴ്സ് ആയിരുന്നു കൺട്രോളിൽ. അവർ വിലയെ വളരെ താഴേക്ക് തള്ളിയിടുകയും എന്നാൽ ആ താഴ്ന്ന വിലകളിൽ അഗ്രസീവായിട്ട് ബയേഴ്സിന്റെ ഒരു തരംഗം മാർക്കറ്റിലേക്ക് ഇരച്ചു കയറുകയുണ്ടായി. ആ ഒരു ഇടിവ് തടയുക മാത്രമല്ല, വിലയെ തിരികെ മുകളിലേക്ക് തള്ളിക്കൊണ്ട് വരാനും ബയേഴ്സിന് കഴിഞ്ഞു. അങ്ങനെ ആഴ്ചയിലെ ഉയർന്ന വിലയ്ക്ക് സമീപം സ്റ്റോക്ക് ക്ലോസ് ചെയ്യാനും കാരണമായി.
അപ്പൊ മറ്റെന്താണ് ഇനി ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കൺഫേം ചെയ്യാൻ പറ്റും എന്ന് കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് നമ്മുടെ തിയറിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് കാണാൻ കുറച്ച് പ്രധാന ഇൻഡിക്കേറ്ററുകൾ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമുക്ക് മൊമെന്റം നോക്കാം. മാക്ഡി അല്ലെങ്കിൽ മൂവിംഗ് ആവറേജ്, കൺവേർജൻസ്, ഡൈവേർജൻസ് ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ കാണിച്ചിട്ടുണ്ട്. ഇത് ഷോർട്ട് ടൈം മൊമെന്റം മുകളിലേക്ക് പോകുന്നു എന്നതിന്റെ ഒരു ബുള്ളി സിഗ്നൽ ആണ്. പിന്നെ അതിന്റെ 50 ഡേയുടെയും മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് വന്നിട്ടുള്ളത്. ഇത് ശക്തി മെച്ചപ്പെടുന്നതിന്റെ മറ്റൊരു അടയാളമായിട്ട് കണക്കാക്കാം. സ്റ്റോക്കിന് ഒരു ചെറിയ ബ്രേക്കോ അല്ലെങ്കിൽ ചെറിയ പുൾ ബാക്കോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നൊരു സാധ്യത കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കേൾക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു പ്രധാന ഹിസ്റ്റോറിക്കൽ സപ്പോർട്ട് ലെവലിൽ നമുക്കൊരു വോളിയം സ്പൈക്ക് ഉണ്ട്. താഴ്ന്ന വിലകളെ ശക്തമായിട്ട് റിജക്ട് ചെയ്യുന്ന ഒരു വീക്ക്ലി ക്യാൻഡിൽ നമുക്കുണ്ട്. ഷോർട്ട് ടേം മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ ബുള്ളിഷ് ആയിട്ട് മാറുന്നുണ്ട്. ഓവർബോട്ട് റീഡിങ്ങുകൾ പെട്ടെന്നുള്ള ഒരു എൻട്രിക്ക് മുമ്പ് ജാഗ്രത പാലിക്കാൻ നമ്മളോട് പറയുന്നുണ്ട്. മറ്റ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതൊരു യഥാർത്ഥ സപ്പോർട്ട് റിജക്ഷൻ ആണെന്നും അതുപോലെ തന്നെ പുതിയ മുന്നേറ്റത്തിന് തുടക്കമാകാൻ സാധ്യതയുണ്ട് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ടെക്നിക്കൽസ് ശരിക്കുമുള്ള ഒരു സപ്പോർട്ട് റിജക്ഷനിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് നമ്മൾ കണ്ടു. എന്നാൽ ഇത് സ്റ്റോക്കിന് മുന്നോട്ട് പോകാൻ എന്ത് അർത്ഥമാക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കമ്പനിയുടെ ഫണ്ടമെന്റൽസുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബുള്ളിഷ് കേസ് ഒരു തിരിച്ചു വരവിന് ഒരുങ്ങുന്നുണ്ടോ എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം. 337, 340 റേഞ്ചിലുള്ള ഈ ഒരു സപ്പോർട്ട് ലെവൽ നിലനിൽക്കുകയാണെങ്കിൽ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു വാദത്തിന് കൂടുതൽ ശക്തി ലഭിക്കും. ഈ ഒരു പ്രൈസ് ആക്ഷനെ ചില പ്രധാന ഫണ്ടമെന്റൽസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുകയാണ്. ഒന്നാമതായിട്ട് സാമ്പത്തിക വർഷത്തിന്റെ വളരെ മോശമായിട്ടുള്ള തുടക്കത്തിന് ശേഷം കമ്പനിയുടെ ഏറ്റവും പുതിയ ക്വാർട്ടറിൽ കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം കാണിച്ചു. മുൻ ക്വാർട്ടറുകളേക്കാൾ വരുമാനം 30% വർദ്ധിച്ചു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ലാഭം ഇപ്പോഴും കുത്തനെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ക്വാർട്ടറിലെ മെച്ചപ്പെടൽ ഒരുപക്ഷെ ഏറ്റവും മോശം ഘട്ടം കഴിഞ്ഞു എന്നാണ് നമുക്ക് സൂചന തരുന്നത്. സെപ്റ്റംബർ അവസാനം കമ്പനിക്ക് 4420 കോടിയിലധികം രൂപയുടെ ഓർഡർ ബാക്ക്ലോഗ് ഉണ്ട്. ഇത് ഭാവിയിലെ ഒരു വരുമാനത്തിന്റെ വ്യക്തത നൽകുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ ഒരു വലിയ എഥനോൾ സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂൽ പ്ലാന്റ് വികസിപ്പിക്കാനുള്ള കരാർ ഉൾപ്പെടെ നല്ല വാർത്തകളും അടുത്തിടെ ഉണ്ടായിട്ടുണ്ട്. പ്രൊമോട്ടർ ഗ്രൂപ്പിലുള്ള 7.2 മില്യൺ ഷെയറുകളുടെ ഒരു വലിയ ഇന്റർസൈഡ് ട്രാൻസ്ഫറും നമ്മൾ കണ്ടു. അനലിസ്റ്റുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അടുത്ത കാലത്തെ പ്രൈസ് ടാർഗറ്റുകൾ 399 ആണ്. ഇതൊരു മുന്നേറ്റ സാധ്യതയെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ടെക്നിക്കൽ റിജക്ഷൻ ഒരു ബോട്ടം അടയാളപ്പെടുത്തുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന റെസിസ്റ്റൻസ് ഏരിയകൾ 435 മുകളിലുള്ള ലോങ് ടേം 200 ഡേ മൂവിംഗ് ആവറേജ് തന്നെയായിരിക്കും. നമുക്കൊരു ബെയറിഷ് കേസ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇൻവാലിഡേഷൻ പോയിന്റ് നമുക്കൊന്ന് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഒരു നല്ല അനാലിസിസ് എപ്പോഴും നമ്മുടെ ഐഡിയ എവിടെയാണ് തെറ്റുന്നത് എന്ന് നിർവചിക്കാറുണ്ട്. ഇത് അന്ധമായിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തെ കുറിച്ചല്ല, ഇത് റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ അവിടെ പറഞ്ഞു വരിക. ബെയറിഷ് വാദം എപ്പോഴും വളരെ റിയലിസ്റ്റിക് ആണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് റിപ്പോർട്ട് ചെയ്ത ക്വാർട്ടറിൽ അറ്റാദായത്തിൽ 64.2% എന്ന ഭീമമായിട്ടുള്ള ഇടിവ് കമ്പനിക്ക് സംഭവിച്ചിട്ടുണ്ട്. മാർജിനുകൾ കുറഞ്ഞു. സ്റ്റോക്ക് ഇപ്പോഴും ഏകദേശം 60-നടുത്ത് ഉയർന്ന പി റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ലാഭം കുറഞ്ഞ ഒരു കമ്പനിക്ക് ഇത് വളരെ എക്സ്പെൻസീവ് ആണ്. മറ്റൊരു തരത്തിൽ തെളിയിക്കപ്പെടുന്നത് വരെ ഡൗൺ ട്രെൻഡ് ഇപ്പോഴും ശക്തമായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. അതിനാൽ നമ്മുടെ ഇൻവാലിഡേഷൻ പോയിന്റ് വ്യക്തമാണ്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. പ്രാജ് ഇൻഡസ്ട്രീസിന്റെ ഈ ഒരു വീക്ക്ലി വോളിയം സ്ട്രൈക്ക് യാദൃശ്ചികമായിട്ട് തോന്നിയില്ല. ഇതൊരു യഥാർത്ഥ സപ്പോർട്ട് റിജക്ഷന്റെ എല്ലാ ലക്ഷണങ്ങളും കാണാൻ കഴിഞ്ഞു. നമുക്കൊരു 3 സ്റ്റെപ്പ് ഫ്രെയിംവർക്ക് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു നിഗമനത്തിൽ എത്താൻ ശ്രമിച്ചിരുന്നു. ഒന്നാമതായിട്ട് 337, 340 എന്ന പ്രധാന സപ്പോർട്ട് ലെവലിലാണ് ഈ ഒരു സ്പൈക്ക് സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടെത്തി. രണ്ടാമതായിട്ട് വീക്ക്ലി ക്യാൻഡിൽ താഴ്ന്ന വിലകളെ വ്യക്തമായിട്ട് റിജക്ട് ചെയ്യുന്നത് കാണിച്ചു. ഇത് അഗ്രസീവ് ആയിട്ടുള്ള ബൈയിങ്ങിന്റെ ഒരു സൂചനയാണ് നമുക്ക് നൽകിയത്. മൂന്നാമതായിട്ട് ഷോർട്ട് ടേം മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ ഈ ഒരു ബുള്ളിഷ് മാറ്റം സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോ ഇതിനെല്ലാം അർത്ഥമാക്കുന്നത് സ്റ്റോക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് കുതിക്കുകയാണ് എന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടി. പക്ഷെ എങ്കിലും അത് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയാൻ ഉള്ള ഒരു അവസരമായിട്ടില്ല. ഓവർബോട്ട് ഇൻഡിക്കേറ്ററുകൾ ഒരു പുൾ ബാക്കോ അല്ലെങ്കിൽ കുറച്ച് സൈഡ് വേസ് ആക്ഷനോ സാധ്യമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ലഭ്യമായ തെളിവുകൾ ശക്തമായി സൂചിപ്പിക്കുന്നത് അർത്ഥവത്തായിട്ടുള്ള ഒരു ബോട്ടം രൂപപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. പ്രാജിന്റെ കഥ ഒരു പ്യുവർ ബെയറിഷ് സ്റ്റോറിയിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു ക്വാർട്ടർലി പെർഫോമൻസും ശക്തമായിട്ടുള്ള ഓർഡർ ബുക്കും പിന്തുണയ്ക്കുന്ന ഒരു പോസിബിൾ ടേൺ അറൗണ്ട് സ്റ്റോറി ആയിട്ട് മാറുന്നതായിട്ട് ഒരു സാധ്യത നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരു ട്രേഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന പാഠം ഈ ഫ്രെയിംവർക്കാണ്. ഏതെങ്കിലും ഒരു ചാർട്ടിൽ ഒരു വലിയ വോളിയം സ്പൈക്ക് കാണുമ്പോൾ കണ്ണുമടച്ച് ആ വിലയുടെ പുറകെ പോവാതെ ഈ 3 പ്രധാന കാര്യങ്ങൾ ചോദിക്കുക. ഇത് എവിടെയാണ് സംഭവിക്കുന്നത്? ഇതൊരു പ്രധാന സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണോ? അതുപോലെ രണ്ടാമതായിട്ട് പ്രൈസ് ആക്ഷൻ എങ്ങനെയാണുള്ളത്? ക്യാൻഡിലുകളുടെ റിജക്ഷനോ കൺഫോമൻസോ അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് ഇൻവാലിഡേഷൻ പോയിന്റ് എന്താണ്? ഏത് വിലയിലാണ് നിങ്ങളുടെ തിയറി തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടുന്നത് എന്നുകൂടി നമ്മൾ കൺഫേം ചെയ്യേണ്ടതുണ്ട്. ഈ ചിട്ടയായ സമീപനം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇത്തരം സാഹചര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ കൂടാതെ ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ വിശദമായിട്ടുള്ള അനാലിസിസ് നിങ്ങൾക്ക് സഹായകരമായി എന്ന് തോന്നുകയാണെങ്കിൽ
വലിയ നീക്കങ്ങൾ നടത്തുന്ന സ്റ്റോക്കുകളെ കുറിച്ചുള്ള കൂടുതൽ ഡീപ് ഡൈവ് വീഡിയോകൾക്കായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അങ്ങനെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ഞങ്ങൾക്ക് പകരമുണ്ട്. റാജ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? സ്റ്റോക്ക് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇനി ഒരു പുതിയ മുന്നേറ്റത്തിന്റെ തുടക്കമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താഴെ കമന്റ്സിൽ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.